കർണാടക ഷിരൂരിൽ അർജുനായുള്ള രക്ഷാദൌത്യത്തിൽ മലയാളികളായ 20 പേർ മാത്രം മതിയെന്ന് പറയുകയാണ് കർണാടക പോലീസ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മലയാളി രക്ഷാപ്രവർത്തകരും കർണാടക പോലീസും തമ്മിൽ വൻ സംഘർഷം തന്നെ ഈ സ്ഥലത്ത് അരങ്ങേറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോഴിക്കോട് സ്വദേശി അർജുനെ തിരയാൻ കേരളത്തിൽ നിന്നുള്ള 20 പേർ മാത്രം മതിയെന്ന് കർണാടക പോലീസ് നിർദ്ദേശം വെച്ചിരിക്കുന്നത്. അതായത് ഒരു സമയം തിരച്ചിൽ നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള 20 പേർ മാത്രം മതിയെന്ന് തന്നെ നിർദ്ദേശം വെക്കുകയാണ്. തർക്കം നിലവിൽ പരിഹരിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേസമയം ഒരു സമയം തിരച്ചിൽ നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള 20 പേർ മാത്രം മതി. കാരണം ഈ പ്രദേശത്ത് ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റെഡ് അലർട്ട് ആണെന്ന് പോലീസ് മുൻകൂട്ടി തന്നെ അറിയിപ്പ് നൽകുന്നു. വീണ്ടും മണ്ണ് ഇടിയാനുള്ള സാധ്യത ഏറെയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. മാത്രമല്ല പോലീസും രക്ഷാപ്രവർത്തകരും തമ്മിൽ നിലവിലുണ്ടായിരുന്ന പ്രശ്നമൊക്കെ പരിഹരിച്ചതായി രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ പറയുകയാണ്. SP വിളിച്ച് സംസാരിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്ന് തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. രക്ഷാപ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് തന്നെ ലഭിക്കുന്നു വിവരങ്ങൾ. മദ്രാസ് റെജിമെന്റിൽ എത്തിച്ച റഡാറിൽ 2 സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നു. 8 മീറ്റർ ആഴത്തിൽ ലോഹത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെ ഈ സിഗ്നലിൽ കാണിക്കുകയാണ്. അതായത് മണ്ണിനടിയിൽ നിന്ന് ലഭിച്ച സിഗ്നൽ ലോറിയുടേതാകാം എന്ന് തന്നെ സംശയം പറയുകയാണ്. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കി പരിശോധന നടത്തുന്നുവെന്നാണ് MK രാഘവൻ MP വ്യക്തമാക്കുന്നത്. എന്നാൽ സിഗ്നൽ ലോറിയുടേതാണ് എന്നത് തീർത്തും പറയാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. പ്രദേശത്ത് ശക്തമായി തന്നെ മഴ പെയ്യുന്നു. റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നു. വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത ഏറെയാണ്. ഈ കാരണം കൊണ്ടാണ് നിലവിൽ ജാഗ്രതാ നിർദ്ദേശമടക്കം ഇപ്പോൾ ഈ സ്ഥലത്ത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലോറിയുടെ ഏതെങ്കിലും ഭാഗം കണ്ടെത്താനാകുമോ എന്നറിയാനായി പുഴയിലും പ്രത്യേക റഡാർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുകയാണ്. സൈന്യവും വിദഗ്ധരും അടങ്ങുന്ന സംഘം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ കരഭാഗത്തെ പരിശോധന ഇന്ന് പൂർത്തിയാകുമെന്നും MLA സതീഷ് സെൽ പറയുകയാണ്. നാളെ മുതൽ പുഴയിൽ കൂടുതൽ പരിശോധന നടത്തും. ഡ്രെഡ്ജിംഗ് സാധ്യതകളും പരിശോധിക്കുകയാണ്. ഇതിനുള്ള അനുമതി തേടും. പക്ഷേ പാലം, കാലാവസ്ഥ എന്നിവ തടസ്സമാണെന്നും NDRFിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത വിദഗ്ധൻ നാളെ സ്ഥലത്തെത്തുമെന്നാണ് സതീഷ് സെൽ പറയുന്നത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് തന്നെ സൈന്യം വ്യക്തമാക്കിയെങ്കിലും പരിശോധനയിൽ ലോറി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 2ഇടങ്ങളിൽ നിന്നാണ് റഡാർ സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നത്. അർജുന് വേണ്ടി ഇന്ന് 7ാം ദിവസമാണ് തിരച്ചിൽ തുടരുന്നത്. അർജുന്റെ ലോറി റോഡരികിന് സമീപം നിർത്തിയിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത്. റോഡിന്റെ സൈഡിലായി ഇപ്പോഴും മൺകൂനയുണ്ട്. കന്യാകുമാരി പനവേൽ ദേശീയപാത 66 മാംഗ്ലൂർ ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി 1 മണ്ണിടിച്ചിലിൽ പെട്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം സംഭവിക്കുന്നത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നാണ് സൈന്യം പറയുന്നത്. റോഡിലെ റഡാർ പരിശോധനയിൽ 2ഇടങ്ങളിൽ കൂടി സിഗ്നൽ ലഭിച്ചുവെന്നാണ് പുതിയ വിവരങ്ങൾ. സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങളിലെ മണ്ണ് നീക്കി പരിശോധന നടത്തുകയാണ്. അർജുന് വേണ്ടി ഇന്ന് 7ാം ദിവസം തിരച്ചിൽ തുടരുന്നു. റഡാർ ഉപയോഗിച്ച് പുഴയിലും കരയിലും തിരച്ചിൽ നടത്താനായിരുന്നു സൈന്യത്തിന്റെ നീക്കം. അതിനിടയിലാണ് പ്രതീക്ഷ നൽകി 2ഇടങ്ങളിൽ കൂടി സിഗ്നൽ ലഭിച്ചത്. അർജുന്റെ ലോറി റോഡരികിന് സമീപം നിർത്തിയിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. റോഡിന്റെ സൈഡിലായി ഇപ്പോഴും വൻ മൺകൂന തന്നെയുണ്ട്. ഇവിടെ മുൻപ് പരിശോധന നടത്തിയിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇതുകൂടാതെ റഡാർ ഉപയോഗിച്ച് പുഴയിലും പരിശോധന നടത്താം. വളരെ ആഴത്തിലും ദൂരത്തിലും റോഡിന്റെ സൈഡിലായി ഇപ്പോഴും മൺകൂനയുണ്ട്. ഇവിടെ മുൻപ് പരിശോധന നടത്തിയിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇതുകൂടാതെ റഡാർ ഉപയോഗിച്ച് പുഴയിലും പരിശോധന നടത്തും. വളരെ ആഴത്തിലും ദൂരത്തിലും നിന്ന് സിഗ്നൽ കണ്ടെത്താൻ ഈ റഡാറിന് ശേഷിയുണ്ട്. രാവിലെ മുതൽക്ക് സ്കൂബ ഡീവേഴ്സ് പുഴയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. മണ്ണിടിച്ചിൽ നടന്നതിന് സമീപത്തുള്ള ഗംഗാവലി പുഴയിലാണ് സ്കൂബ ഡീവേഴ്സ് പരിശോധന നടത്തുന്നത്. പുഴയിൽ മൺകൂനയുള്ള സ്ഥലത്ത് പരിശോധന നടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.